ശാന്തി. 5-10-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ്. കുട്ടികളായ നിങ്ങളെക്കൊണ്ട് ദുഃഖധാമത്തിൻ്റെ സന്യാസം ചെയ്യിക്കുവാൻ. ഇത് തന്നെയാണ് പരിധിയില്ലാത്ത സന്യാസം. ചോദ്യം: ആ സന്യാസിമാരുടെ സന്യാസവും നിങ്ങളുടെ സന്യാസവും തമ്മിലുള്ള മുഖ്യ അന്തരം എന്താണ്? ഉത്തരം: ആ സന്യാസിമാർ വീടും കുടുംബവും ഉപേക്ഷിച്ച് കാട്ടിൽ പോകുന്നു. എന്നാൽ നിങ്ങൾ വീടും കുടുംബവും ഉപേക്ഷിച്ച് കാട്ടിൽ പോകുന്നില്ല. വീട്ടിലിരിക്കവേ മുഴുവൻ ലോകത്തെയും മുള്ളുകളുടെ കാടായി മനസ്സിലാക്കുന്നു. നിങ്ങൾ ബുദ്ധി കൊണ്ട് മുഴുവൻ ലോകത്തെയും സന്യസിക്കുന്നു. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു. കാരണം പകുതി കൽപ്പമായുള്ള അവിവേകമാണല്ലോ. അപ്പോൾ ദിവസവും മനസ്സിലാക്കിക്കേണ്ടി വരുന്നു. ആദ്യം മനുഷ്യർക്ക് വേണ്ടത് ശാന്തിയാണ്. ആത്മാക്കളേവരും യഥാർത്ഥത്തിൽ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ബാബയാണെങ്കിൽ സദാ ശാന്തിയുടെ സാഗരമാണ്. ഇപ്പോൾ നിങ്ങൾ ശാന്തിയുടെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ശാന്തി ദേവ എന്ന് പറയുന്നുണ്ടല്ലോ. അതിനർത്ഥം നമ്മളെ ഈ സൃഷ്ടിയിൽ നിന്നും തൻ്റെ വീടായ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകൂ, അഥവാ ശാന്തിയുടെ സമ്പത്ത് നൽകൂ എന്നാണ്. ദേവതമാരുടെ മുന്നിൽ അഥവാ ശിവ് ബാബയുടെ മുന്നിൽ പോയി ശാന്തി നൽകൂ എന്ന് പറയുന്നു. കാരണം ശിവ് ബാബ ശാന്തിയുടെ സാഗരമാണ്. ഇപ്പോൾ നിങ്ങൾ ശിവ് ബാബയിൽ നിന്നും ശാന്തിയുടെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബയെ ഓർമ്മിച്ച് നിങ്ങൾക്ക് തീർച്ചയായും ശാന്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഓർമ്മിക്കുകയില്ലെങ്കിൽ പോലും തീർച്ചയായും പോകും. ഓർമ്മിക്കുന്നത് ശിരസിൽ ഏതൊരു പാപങ്ങളുടെ ഭാരമുണ്ടോ അത് ഇല്ലാതാകുന്നതിനു വേണ്ടിയാണ്. ശാന്തിയും സുഖവും ലഭിക്കുന്നത് ഒരു ബാബയിൽ നിന്നാണ്. കാരണം ആ ഒന്ന് സുഖത്തിൻ്റെയും ശാന്തിയുടെയും സാഗരമാണ്. ഈ വസ്തുക്കൾ തന്നെയാണ് മുഖ്യം. ശാന്തിയെ മുക്തി എന്നും പറയുന്നു. പിന്നെ ജീവൻ മുക്തിയും ജീവൻ ബന്ധനവും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ജീവൻ ബന്ധനത്തിൽ നിന്നും ജീവൻ മുക്തമായി കൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ ഒരു ബന്ധനവും ഉണ്ടായിരിക്കില്ല. സഹജമായി ജീവൻ മുക്തി എന്നും സഹജമായി ഗതിയും സദ്ഗതി എന്നും പാടപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ രണ്ടിൻ്റെയും അർത്ഥം കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കി. ഗതി എന്ന് പറയുന്നത് ശാന്തിധാമത്തെയും സദ്ഗതി എന്ന് പറയുന്നത് സുഖധാമത്തെയുമാണ്. സുഖധാമം, ശാന്തിധാമം, പിന്നെ ഇതാണ് ദുഃഖധാമം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ശാന്തിധാമമാകുന്ന വീടിനെ ഓർമ്മിക്കൂ. ആത്മാക്കൾ തൻ്റെ വീട് മറന്നു പോയിരിക്കുന്നു. ബാബ വന്ന് ഓർമ്മിപ്പിക്കുന്നു, മനസ്സിലാക്കിച്ചു തരുന്നു. ഹേ ആത്മീയ കുട്ടികളെ, എന്നെ ഓർമ്മിക്കാത്തത് വരെയും നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. ഓർമ്മയിലൂടെ നിങ്ങളുടെ പാപം ഭസ്മമാകും. ആത്മാവ് പവിത്രമാവുകയും പിന്നെ തൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ഇത് അപവിത്ര ലോകമാണ്. ഒരു പവിത്ര മനുഷ്യൻ പോലുമില്ല. പവിത്ര ലോകത്തെ സത്യയുഗമെന്നും അപവിത്ര ലോകത്തെ കലിയുഗമെന്നും പറയുന്നു. രാമരാജ്യവും രാവണരാജ്യവും. രാവണരാജ്യത്തിലൂടെ അപവിത്ര ലോകം സ്ഥാപിതമാകുന്നു. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണല്ലോ. ഇത് പരിധിയില്ലാത്ത ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ആ ഒന്നിനെ തന്നെയാണ് സത്യം എന്ന് പറയുന്നത്. സത്യമായ കാര്യങ്ങൾ നിങ്ങൾ സംഗമത്തിൽ തന്നെയാണ് കേൾക്കുന്നത്. പിന്നെ നിങ്ങൾ സത്യയുഗത്തിലേക്ക് പോകും. ദ്വാപരം മുതൽ പിന്നെ രാവണ രാജ്യം ആരംഭിക്കുന്നു. രാവണൻ എന്നാൽ അസുരൻ. അസുരൻ ഒരിക്കലും സത്യം പറയുക സാധ്യമല്ല. അതിനാൽ ഇതിനെ മായ അസത്യം, ദേഹം അസത്യം എന്ന് പറയുന്നു. ആത്മാവും അസത്യമാണ്. അപ്പോൾ ശരീരവും അസത്യമാണ്.
ആത്മാവിലാണല്ലോ സംസ്കാരം നിറയുന്നത്. 4 ധാതുക്കൾ ഉണ്ടല്ലോ: സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്. എല്ലാ കലർപ്പും നീങ്ങിപ്പോകുന്നു. പിന്നെ നിങ്ങൾ ഈ യോഗബലത്തിലൂടെ സത്യമായ സ്വർണമാകുന്നു. നിങ്ങൾ എപ്പോഴാണോ സത്യയുഗത്തിലായിരിക്കുന്നത് അപ്പോൾ സത്യമായ സ്വർണം തന്നെയാണ്. പിന്നെ വെള്ളി ചേരുമ്പോൾ ചന്ദ്രവംശി എന്ന് പറയുന്നു. പിന്നെ ചെമ്പിൻ്റെയും ലോഹത്തിൻ്റെയും കലർപ്പ് ചേരുന്നു ദ്വാപര കലിയുഗത്തിൽ. പിന്നെ യോഗത്തിലൂടെ നിങ്ങളിൽ ഏതൊരു വെള്ളിയുടെയും ചെമ്പിൻ്റെയും ഇരുമ്പിൻ്റെയും കലർപ്പ് ചേർന്നുവോ അത് മാറിപ്പോകുന്നു. ആദ്യം നിങ്ങളെല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലാണ്. പിന്നെ ആദ്യം സത്യയുഗത്തിൽ വരുന്നു. അപ്പോൾ അതിനെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നു. നിങ്ങൾ സത്യമായ സ്വർണമാണ്. യോഗബലത്തിലൂടെ മുഴുവൻ കലർപ്പും മാറി പിന്നെ സത്യമായ സ്വർണം അവശേഷിക്കുന്നു. ശാന്തിധാമത്തെ ഗോൾഡൻ ഏജ് എന്ന് പറയില്ല. ഗോൾഡൻ ഏജ്, സിൽവർ ഏജ്, കോപ്പർ ഏജ് എന്ന് ഇവിടമാണ് പറയുന്നത്. ശാന്തിധാമത്തിൽ ശാന്തിയുണ്ട്. ആത്മാവ് എപ്പോഴാണോ ശരീരമെടുക്കുന്നത് അപ്പോൾ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നു. പിന്നെ സൃഷ്ടി തന്നെ ഗോൾഡൻ ഏജ് ആകുന്നു. സതോ പ്രധാനമായ 5 തത്വങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിതമാകുന്നു. ആത്മാവ് സതോ പ്രധാനമാണെങ്കിൽ ശരീരവും സതോ പ്രധാനമാണ്. പിന്നെ അവസാനം വന്ന് അയണേജ്ഡ് ശരീരം ലഭിക്കുന്നു. കാരണം ആത്മാവിൽ കലർപ്പ് ചേരുന്നു. ഗോൾഡൻ ഏജ്, സിൽവർ ഏജ് എന്ന് ഈ സൃഷ്ടിയെയാണ് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ശാന്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ ബാബയെ ഓർമ്മിക്കണം. അപ്പോൾ തന്നെയാണ് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറുന്നത്. ഇത്ര സമയം ബാബ ഇവിടെ ഉണ്ടായിരിക്കുന്നു, ഇത്രയും തന്നെ സമയം ഇതിന് എടുക്കുന്നു. ആ ഒന്ന് ഗോൾഡൻ ഏജിൽ പാർട്ട് സ്വീകരിക്കുന്നതേയില്ല. ആത്മാവിന് എപ്പോൾ ശരീരം ലഭിക്കുന്നോ അപ്പോൾ ഇത് ഗോൾഡൻ ഏജ്ഡ് ജീവാത്മാവാണ് എന്ന് പറയുന്നു. ഗോൾഡൻ ഏജ്ഡ് ആത്മാവ് എന്ന് പറയില്ല. അങ്ങനെയല്ല. ഗോൾഡൻ ഏജ്ഡ് ജീവാത്മാവ് പിന്നെ സിൽവർ ഏജ്ഡ് ജീവാത്മാവാകുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ശാന്തിയുമുണ്ട്, സുഖവും പ്രാപ്തമാകുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ദുഃഖധാമത്തിൻ്റെ സന്യാസം. ഇതിന് പറയുന്നത് പരിധിയില്ലാത്ത സന്യാസം എന്നാണ്. ആ സന്യാസിമാരുടേത് പരിധിയുള്ള സന്യാസമാണ്. വീടും കുടുംബവും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. മുഴുവൻ സൃഷ്ടി തന്നെ കാടാണ് എന്നവർക്ക് അറിയില്ല. ഇത് മുള്ളുകളുടെ കാടാണ്. ഇത് മുള്ളുകളുടെ ലോകമാണ്. മറ്റത് പുഷ്പങ്ങളുടെ ലോകമാണ്. അവർ സന്യസിക്കുന്നുണ്ടെങ്കിലും മുള്ളുകളുടെ ലോകത്തിൽ പട്ടണത്തിൽ നിന്നും ദൂരെ ദൂരെ പോയി കാട്ടിൽ വസിക്കുന്നു. അവരുടേത് നിവൃത്തി മാർഗമാണ്, നിങ്ങളുടേത് പ്രവൃത്തി മാർഗമാണ്. നിങ്ങൾ പവിത്ര ജോഡിയായിരുന്നു, ഇപ്പോൾ അപവിത്രമായിരിക്കുന്നു. അതിനെ ഗൃഹസ്ഥ ആശ്രമം എന്നും പറയുന്നു. സന്യാസിമാർ വരുന്നത് തന്നെ പിന്നീടാണ്. ഇസ്ലാമികളും ബൗദ്ധരും പിന്നീട് വരുന്നു. ക്രിസ്ത്യൻസിന് കുറച്ച് മുൻപേ വരുന്നു. ഈ വൃക്ഷത്തെയും ഓർമ്മിക്കേണ്ടതുണ്ട്, ചക്രത്തെയും ഓർമ്മിക്കേണ്ടതുണ്ട്. ബാബ കൽപ്പകൽപ്പങ്ങളിൽ വന്ന് കൽപ്പവൃക്ഷത്തിൻ്റെ നോളജ് നൽകുന്നു. കാരണം സ്വയം ബീജരൂപമാണ്, സത്യമാണ്, ചൈതന്യമാണ്. അതിനാൽ കൽപ്പകൽപ്പങ്ങളിൽ വന്ന് കൽപ്പവൃക്ഷത്തിൻ്റെ മുഴുവൻ രഹസ്യവും മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ആത്മാവാണ്. എന്നാൽ നിങ്ങളെ ജ്ഞാനത്തിൻ്റെ സാഗരം, സുഖത്തിൻ്റെ സാഗരം, ശാന്തിയുടെ സാഗരം എന്ന് പറയില്ല. ഈ മഹിമ ഒരേ ഒരു ബാബയുടേതാണ്. ആ ഒന്ന് നിങ്ങളെ ഇങ്ങനെയാക്കുന്നു. ബാബയുടെ ഈ മഹിമ സദാകാലത്തേക്കുള്ളതാണ്. സദാ ആ ഒന്ന് പവിത്രമാണ്, നിരാകാരവുമാണ്. കേവലം അല്പസമയത്തേക്ക് വേണ്ടി പാവനമാക്കുന്നതിനായി വരുന്നു. സർവവ്യാപിയുടെ കാര്യമേ ഇല്ല. നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ സദാ അവിടെ തന്നെ വസിക്കുന്നു. ഭക്തിമാർഗത്തിൽ സദാ ആ ഒന്നിനെ ഓർമ്മിക്കുന്നു. സത്യയുഗത്തിൽ ഓർമ്മിക്കേണ്ട ആവശ്യമേ ഇല്ല.
രാവണ രാജ്യത്തിൽ നിങ്ങളുടെ നിലവിളി ആരംഭിക്കുന്നു. ആ ഒന്ന് വന്ന് സുഖവും ശാന്തിയും നൽകുന്നു. പിന്നെ തീർച്ചയായും ആ ശാന്തിയിൽ ആ ഒന്നിൻ്റെ ഓർമ്മ വരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഓരോ 5000 വർഷത്തിനു ശേഷവും ഞാൻ വരുന്നു. പകുതി കൽപ്പമാണ് സുഖം, പകുതി കൽപ്പമാണ് ദുഃഖം. പകുതി കൽപ്പത്തിനു ശേഷം തന്നെയാണ് രാവണ രാജ്യം ആരംഭിക്കുന്നത്. ഇതിൽ ആദ്യ നമ്പറിലെ മുഖ്യമായതാണ് ദേഹാഭിമാനം. അതിനുശേഷം തന്നെയാണ് മറ്റ് വികാരങ്ങൾ വരുന്നത്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ദേഹി അഭിമാനിയാകൂ. ആത്മാവിൻ്റെയും തിരിച്ചറിവ് ആവശ്യമാണ്. മനുഷ്യർ കേവലം പറയുന്നു, ആത്മാവ് ഭൃഗുടിയുടെ മധ്യത്തിൽ തിളങ്ങുന്നു എന്ന്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അത് അകാലമൂർത്തിയാണ്. ആ അകാലമൂർത്തിയായ ആത്മാവിൻ്റെ സിംഹാസനമാണ് ഈ ശരീരം. ആത്മാവ് ഇരിക്കുന്നതും ഭൃഗുടിയിലാണ്. അകാലമൂർത്തിയുടെ സിംഹാസനമാണ് ഇത്. എല്ലാം ചൈതന്യ അകാല സിംഹാസനമാണ്. അമൃത്സറിൽ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട അകാല സിംഹാസനമല്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഏതെല്ലാം മനുഷ്യരുണ്ടോ എല്ലാവർക്കും അവരവരുടേതായ അകാല സിംഹാസനമുണ്ട്. ആത്മാവ് വന്ന് ഇവിടെ വിരാജിക്കുന്നു. സത്യയുഗമായാലും കലിയുഗമായാലും ആത്മാവിൻ്റെ സിംഹാസനമേ ഈ മനുഷ്യ ശരീരമാണ്. അപ്പോൾ എത്ര അകാല സിംഹാസനമുണ്ട്? ഏതെല്ലാം മനുഷ്യരുണ്ടോ ആ അകാല ആത്മാക്കളുടെ സിംഹാസനമാണ്. ആത്മാവ് ഒരു സിംഹാസനം ഉപേക്ഷിച്ച് ഉടൻ മറ്റൊന്നെടുക്കുന്നു. ആദ്യം ചെറിയ സിംഹാസനമായിരിക്കും, പിന്നെ വലുതാകുന്നു. ഈ ശരീരമാകുന്ന സിംഹാസനം ചെറുതും വലുതുമാകുന്നു. സിക്കുകാർ അകാല സിംഹാസനം എന്ന് പറയുന്ന ആ തടി കൊണ്ടുള്ള സിംഹാസനം ചെറുതോ വലുതോ ആകുന്നില്ല. എല്ലാ മനുഷ്യരുടെയും അകാല സിംഹാസനം ഈ ഭൃഗുടിയാണ് എന്നത് ആർക്കും അറിയില്ല. ആത്മാവ് അകാലമാണ്, ഒരിക്കലും നശിക്കുന്നില്ല. ആത്മാവിന് ഭിന്ന ഭിന്ന സിംഹാസനം ലഭിക്കുന്നു. സത്യയുഗത്തിൽ നിങ്ങൾക്ക് വളരെ ഫസ്റ്റ് ക്ലാസ് സിംഹാസനം ലഭിക്കുന്നു. അതിനെ ഗോൾഡൻ ഏജ് സിംഹാസനം എന്ന് പറയും. പിന്നീട് ആ ആത്മാവിന് സിൽവർ, കോപ്പർ, അയണേജ്ഡ് സിംഹാസനം ലഭിക്കുന്നു. വീണ്ടും ഗോൾഡൻ ഏജ് സിംഹാസനം വേണമെങ്കിൽ തീർച്ചയായും പവിത്രമാകേണ്ടി വരും. അതിനാൽ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ കലർപ്പ് മാറിപ്പോകും. വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ദൈവിക സിംഹാസനം ലഭിക്കും. ഇപ്പോൾ ബ്രാഹ്മണ കുലത്തിൻ്റെ സിംഹാസനമാണ്, പുരുഷോത്തമ സംഗമയുഗത്തിൻ്റെ സിംഹാസനമാണ്. പിന്നീട് ആത്മാവായ എനിക്ക് ഈ ദേവതാ സിംഹാസനം ലഭിക്കും. ഈ കാര്യങ്ങൾ ലോകത്തിലെ മനുഷ്യർ അറിയുന്നില്ല. ദേഹാഭിമാനത്തിൽ വന്നതിനു ശേഷം അന്യോന്യം ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഇതിനെ ദുഃഖധാമം എന്ന് പറയുന്നു. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ശാന്തിധാമത്തെ ഓർമ്മിക്കൂ. അത് നിങ്ങളുടെ യഥാർത്ഥ നിവാസ സ്ഥാനമാണ്. സുഖധാമത്തെ ഓർമ്മിക്കൂ, ഇതിനെ മറന്നേക്കൂ. ഇതിനോട് വൈരാഗ്യം. സന്യാസിമാരെ പോലെ വീടും കുടുംബവും ഉപേക്ഷിക്കണം എന്നുമല്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, അത് ഒരു രീതിയിൽ നല്ലതാണ്, മറ്റൊരു രീതിയിൽ മോശമാണ്. നിങ്ങളുടേത് നല്ലത് തന്നെയാണ്. അവരുടെ ഹഠയോഗം നല്ലതുമാണ്, മോശവുമാണ്. കാരണം ദേവതമാർ എപ്പോഴാണോ വാമമാർഗത്തിലേക്ക് പോകുന്നത്, അപ്പോൾ ഭാരതത്തെ താങ്ങി നിർത്തുന്നതിനു വേണ്ടി പവിത്രത തീർച്ചയായും ആവശ്യമാണ്. അപ്പോൾ അതിലും സഹായിക്കുന്നു. ഭാരതം തന്നെയാണ് അവിനാശി ഖണ്ഡം. ബാബയുടെ വരവും ഇവിടെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എവിടെയാണോ പരിധിയില്ലാത്ത ബാബ വരുന്നത്, അത് ഏറ്റവും വലിയ തീർത്ഥസ്ഥാനം ആയല്ലോ. സർവരുടെയും സദ്ഗതി ബാബ തന്നെയാണ് വന്നു ചെയ്യുന്നത്. അതിനാൽ ഭാരതം തന്നെയാണ് ഉയർന്നതിലും ഉയർന്ന ദേശം. മുഖ്യമായ കാര്യം ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളെ, ഓർമ്മയുടെ യാത്രയിലിരിക്കൂ.
ഗീതയിലും മന്മനാഭവ എന്ന വാക്കുണ്ട്. എന്നാൽ ബാബ സംസ്കൃതമൊന്നും പറയുന്നില്ല. ബാബ മന്മനാഭവയുടെ അർത്ഥം പറഞ്ഞു തരുന്നു. ദേഹത്തിൻ്റെ സർവധർമ്മങ്ങളും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തൂ. ആത്മാവ് അവിനാശിയാണ്. അത് ഒരിക്കലും ചെറുതോ വലുതോ ആകുന്നില്ല. അനാദിയും അവിനാശിയുമായ പാർട്ട് അടങ്ങിയിരിക്കുകയാണ്. ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. അവസാനം ഏത് ആത്മാക്കളാണോ വരുന്നത് അവർക്ക് വളരെ കുറച്ച് പാർട്ടാണുള്ളത്. ബാക്കി സമയം ശാന്തിധാമത്തിൽ ഇരിക്കുന്നു. സ്വർഗത്തിൽ വരാൻ സാധിക്കില്ല. അവസാനം വരുന്ന ആത്മാക്കൾ അവിടെ തന്നെ അല്പം സുഖവും അവിടെ തന്നെ അല്പം ദുഃഖവും നേടുന്നു. ഇതുപോലെ ദീപാവലിക്ക് എത്ര അനേകം കൊതുകുകൾ വരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കൂ, അപ്പോൾ എല്ലാ കൊതുകും ചത്തിട്ടുണ്ടാകും. മനുഷ്യരുടെ കാര്യവും ഇങ്ങനെയാണ്. അവസാനം വരുന്നവർക്ക് എന്ത് വാല്യൂ ഉണ്ടായിരിക്കും? മൃഗങ്ങളെ പോലെ ആയി. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെയാണ് തിരിയുന്നത്. മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷം ചെറുതിൽ നിന്നും വലുതും വലുതിൽ നിന്നും ചെറുതും എങ്ങനെയാകുന്നു? സത്യയുഗത്തിൽ എത്ര കുറച്ച് മനുഷ്യരാണുള്ളത്. കലിയുഗത്തിൽ എത്ര അഭിവൃദ്ധി ഉണ്ടായി. വൃക്ഷം വലുതാകുന്നു. മുഖ്യമായ കാര്യം ബാബ സൂചന നൽകി. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ എന്നെ മാത്രം ഓർമ്മിക്കൂ. 8 മണിക്കൂർ ഓർമ്മയിലിരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ഓർമ്മിച്ച് ഒടുവിൽ പവിത്രമായി ബാബയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ സ്കോളർഷിപ്പും ലഭിക്കും. പാപം അഥവാ അവശേഷിക്കുകയാണെങ്കിൽ വീണ്ടും ജന്മമെടുക്കേണ്ടി വരും. ശിക്ഷകൾ അനുഭവിക്കുന്നു. പിന്നെ പദവിയും കുറഞ്ഞു പോകുന്നു. കണക്കുകൾ എല്ലാവർക്കും സമാപ്തമാക്കേണ്ടതുണ്ട്. ഏതെല്ലാം മനുഷ്യരുണ്ടോ ഇപ്പോൾ വരെയും ജന്മം എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ ഭാരതവാസികളേക്കാൾ ക്രിസ്ത്യൻസിൻ്റെ സംഖ്യ കൂടുതലാണ്. അവർ പിന്നെ സെൻസിബിളുമാണ്. ഭാരതവാസികൾ 100% സെൻസിബിൾ ആയിരുന്നു. അവർ ഇപ്പോൾ വീണ്ടും നോൺ സെൻസിബിൾ ആയിരിക്കുകയാണ്. കാരണം ഇവർ തന്നെയാണ് 100% സുഖം നേടുന്നത്. പിന്നെ 100% ദുഃഖവും ഇവർ തന്നെയാണ് നേടുന്നത്. മറ്റവർ വരുന്നതേ പിന്നാലെയാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ ഡിനാസ്റ്റിക്ക് ശ്രീകൃഷ്ണ ഡിനാസ്റ്റിയുമായി കണക്ഷനുണ്ട്. ക്രിസ്ത്യൻസ് രാജ്യം തട്ടിയെടുത്തു. പിന്നെ ക്രിസ്ത്യൻ ഡിനാസ്റ്റിയിൽ നിന്ന് തന്നെ രാജ്യം ലഭിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ക്രിസ്ത്യൻസിന് ബലമുണ്ട്. അവർക്ക് ഭാരതത്തിൽ നിന്ന് തന്നെയാണ് സഹായം ലഭിക്കുന്നത്. ഇപ്പോൾ ഭാരതം വിശന്നു മരിക്കുന്നു. അപ്പോൾ റിട്ടേൺ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും ധാരാളം ധനം, വളരെയധികം വജ്രവൈഢൂര്യങ്ങൾ തുടങ്ങിയവ അവിടേക്ക് കൊണ്ടുപോയി. വളരെയധികം ധനികരായിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ധനം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ ആരും തിരിച്ചറിയുന്നില്ല. അഥവാ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ വന്ന് നിർദ്ദേശം സ്വീകരിച്ചേന്. നിങ്ങൾ ഈശ്വരീയ സമ്പ്രദായമാണ്. ഈശ്വരൻ്റെ നിർദ്ദേശത്തിലൂടെ നടക്കുന്നു. അവർ തന്നെ പിന്നെ ഈശ്വരീയ സമ്പ്രദായത്തിൽ നിന്നും ദേവതാ സമ്പ്രദായമാകും. പിന്നെ ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര സമ്പ്രദായമാകും. ഇപ്പോൾ ഹംസോ ബ്രാഹ്മണൻ ആണ്. നമ്മൾ തന്നെ ബ്രാഹ്മണൻ. പിന്നെ ഹംസോ ദേവത, ഹംസോ ക്ഷത്രിയൻ. ഹംസോയിൻ്റെ അർത്ഥം നോക്കൂ, എത്ര നല്ലതാണ്. ഇത് കുട്ടിക്കർണ മറിച്ചിലിൻ്റെ കളിയാണ്. അതിനെ മനസ്സിലാക്കുന്നത് വളരെ സഹജമാണ്. എന്നാൽ മായ മറപ്പിക്കുന്നു. പിന്നെ ദൈവിക ഗുണങ്ങളിൽ നിന്നും ആസുരീയ ഗുണങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അപവിത്രമാകുന്നത് ആസുരീയ ഗുണമാണല്ലോ. ശരി, മധുരമധുരമായ സിക്കിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്കോളർഷിപ്പ് നേടുന്നതിനായി ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ
ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. ഓർമ്മയുടെ അഭ്യാസത്തിലൂടെ തന്നെയാണ് പാപം ഇല്ലാതാകുന്നതും ഗോൾഡൻ ഏജ് സിംഹാസനം ലഭിക്കുന്നതും. ഈ ദുഃഖധാമത്തോട് പരിധിയില്ലാത്ത വൈരാഗ്യം വച്ച് തൻ്റെ യഥാർത്ഥ നിവാസസ്ഥാനമായ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. ദേഹാഭിമാനത്തിൽ വന്ന് ആർക്കും ദുഃഖം നൽകരുത്. വരദാനം: കർമ്മങ്ങളുടെ കണക്കിനെ മനസ്സിലാക്കി തൻ്റെ അചഞ്ചല സ്ഥിതി ഉണ്ടാക്കുന്ന സഹജ യോഗിയായി ഭവിക്കട്ടെ. മുന്നോട്ട് പോകവേ അഥവാ ഏതെങ്കിലും കർമ്മങ്ങളുടെ കണക്ക് മുന്നിൽ വരുന്നുവെങ്കിൽ അതിൽ മനസ്സിനെ കുലുക്കാതിരിക്കൂ. സ്ഥിതിയെ കീഴ്മേൽ ആക്കാതിരിക്കൂ. വന്നിരിക്കുകയാണ്, അപ്പോൾ തിരിച്ചറിഞ്ഞ് അതിനെ ദൂരെ വച്ച് തന്നെ ഇല്ലായ്മ ചെയ്യൂ. ഇപ്പോൾ യോദ്ധാവാകരുത്. സർവശക്തിവാനായ ബാബ കൂടെയുണ്ട്. അപ്പോൾ മായയ്ക്ക് കുലുക്കുവാൻ സാധിക്കില്ല. കേവലം നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷനെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരൂ. വേണ്ട സമയത്ത് ചൂസ് ചെയ്യൂ. അപ്പോൾ സഹജയോഗിയായി മാറും. ഇപ്പോൾ നിരന്തര യോഗിയാകൂ. യുദ്ധം ചെയ്യുന്ന യോദ്ധാവല്ല. സ്ലോഗൻ: ഡബിൾ ലൈറ്റായി ഇരിക്കണമെങ്കിൽ തൻ്റെ സർവ ഉത്തരവാദിത്വങ്ങളുടെയും ഭാരം ബാബയെ ഏൽപ്പിക്കൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. യോഗേശ്വരനായ ബാബ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദി വരദാനമായി നൽകിയ യോഗീ ഭവ പവിത്ര ഭവ എന്ന വരദാനത്തെ ഞാൻ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ വാസ്തവിക അവസ്ഥയായ പവിത്രതയുടെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ പവിത്രതയാകുന്ന സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്വരൂപം സ്വാഭാവികമായി ശാന്തവും സുഖമയവുമായി മാറുന്നു. എൻ്റെ അനാദി സ്വരൂപം പവിത്രതയുടെയാണ്. ആ പരമ പവിത്ര സ്ഥിതി അനുഭവിക്കുന്നതിന് ഓർമ്മയുടെ യാത്രയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുന്നു. ഈ പവിത്ര സ്വരൂപ അവസ്ഥയിൽ എൻ്റെ ആത്മഗ്രഹത്തിൽ ശിവബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ മഹാസാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ ദിവ്യ
പ്രകാശകിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പവിത്രതയുടെ ശക്തി നിറയുന്നു. പവിത്രതയുടെ തിളക്കം വർദ്ധിക്കുന്നു. പരമാത്മാവിൻ്റെ പരമപവിത്ര പ്രഭാവലയത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ സ്വാഭാവികമായി മധുരതയുടെ ഗുണം ധാരണയാകുന്നു. സത്യതയുടെ ഗുണം ധാരണയാകുന്നു. വിനയം ധാരണയാകുന്നു. സന്തുഷ്ടത ധാരണയാകുന്നു. ഈ പവിത്ര അവസ്ഥയിൽ ഞാൻ പവിത്രതയുടെ ലൈറ്റ് ഹൗസായി വിശ്വത്തിലേക്ക് പവിത്രതയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബയുടെ ഓർമ്മയിൽ ഈ ഉയർന്ന പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ സഹജമായി സഹോദരഭാവം നിലനിർത്തുവാൻ കഴിയുന്നു. എൻ്റെ വാക്കിൽ മധുരതയും സത്യതയും നിലനിർത്തുവാൻ എനിക്ക് സാധിക്കുന്നു. എൻ്റെ കർമ്മത്തിൽ വിനയവും സന്തുഷ്ടതയും നിലനിർത്തുവാൻ എനിക്ക് കഴിയുന്നു. സർവപ്രാപ്തികളുടെയും ആധാരമായ ഈ മഹാശക്തിയെ ഞാൻ ബാബയുടെ ഓർമ്മയാകുന്ന ഛത്രഛായയിൽ ഇരുന്ന് ദൃഢതാപൂർവം നിലനിർത്തും.